പ്രമേഹ രോഗികൾക്ക് 6 ടീസ്പൂൺ പഞ്ചസാര കഴിക്കാമോ? നമസ്കാരം, ഞാൻ ഡോക്ടർ മോസിന. കഴിഞ്ഞ ദിവസം ഞാൻ ചായയിലെ പഞ്ചസാരയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേർ ചോദിച്ചൊരു ചോദ്യമാണ്, പ്രമേഹ രോഗികൾക്ക് 6 ടീസ്പൂൺ പഞ്ചസാര കഴിക്കാമോ? ആദ്യം WHO യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം കഴിക്കുന്ന ഫ്രീ ഷുഗറിൻ്റെ അളവ് ഒരു ദിവസത്തിൻ്റെ കലോറിയുടെ 10% താഴെയായിരിക്കണം. അതായത് ഒരു ദിവസം 2000 കലോറി വരെ കഴിക്കുന്ന ഒരാൾക്ക് ഇത് ഏകദേശം 50 ഗ്രാം അഥവാ 12 ടീസ്പൂൺ പഞ്ചസാര ആയിരിക്കും. എന്നാൽ ഇത് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾക്കായി ഇത് വീണ്ടും കുറച്ച് 5% താഴെ ആയിരിക്കണമെന്ന് WHO നിർദ്ദേശിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 6 ടീസ്പൂൺ എന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ള കണക്കല്ല. 2000 കലോറി ആവശ്യമായ ഒരാൾക്കുള്ള കണക്കാണ്. കലോറി ആവശ്യം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഫ്രീ ഷുഗറിൻ്റെ പരിധിയും കുറവായിരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം, എന്താണ് ഫ്രീ ഷുഗർ? ചായയിലോ കാപ്പിയിലോ ചേർക്കുന്ന പഞ്ചസാര മാത്രമല്ല, തേൻ, സിറപ്പുകൾ, ഫ്രൂട്ട് ജ്യൂസുകൾ, ഫ്രൂട്ട് കോൺസെൻട്രേറ്റുകൾ എന്നിവയിലെ ഷുഗറും ഫ്രീ ഷുഗറിൻ്റെ ഭാഗമാണ്. അതായത് ചായയിൽ പഞ്ചസാര കുറച്ചതുകൊണ്ട് മാത്രം ഫ്രീ ഷുഗർ കുറയണമെന്നില്ല. ഉദാഹരണത്തിന് 330 ml സോഫ്റ്റ് ഡ്രിങ്കുകളിൽ 8 മുതൽ 9 ടീസ്പൂൺ വരെ പഞ്ചസാര ഉണ്ടാവാം. ഒരു ഗ്ലാസ് പാക്കറ്റ് ജ്യൂസിൽ 4 മുതൽ 5 ടീസ്പൂൺ വരെ പഞ്ചസാര ഉണ്ടാവാം. കേക്കുകളിലും ബിസ്ക്കറ്റുകളിലും നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ പഞ്ചസാര ഉണ്ടായിരിക്കും. ഇനി ചോദ്യം, പ്രമേഹമുള്ളവർക്ക് 6 ടീസ്പൂൺ പഞ്ചസാര വരെ കഴിക്കാമോ? ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. WHO നിർദ്ദേശം സാധാരണ ഹെൽത്തിയായ ഒരാൾക്കുള്ളതാണ്. പ്രമേഹമുള്ള ഓരോ വ്യക്തിയുടെയും ആരോഗ്യനില വ്യത്യസ്തമായിരിക്കും. ഷുഗറിൻ്റെ നിയന്ത്രണം, ഇൻസുലിൻ്റെ ഉപയോഗം, മരുന്നുകൾ, ശരീരഭാരം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രമേഹമുള്ള ഒരാൾ അവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർക്ക് എത്ര ഫ്രീ ഷുഗർ ഉപയോഗിക്കാമെന്ന് വ്യക്തിപരമായി തീരുമാനിക്കേണ്ടതാണ്. അതേസമയം പ്രമേഹമുള്ള ഒരാൾക്ക് ആഡഡ് ഷുഗർ ഒഴിവാക്കുന്നത് അവരുടെ പ്രമേഹ നിയന്ത്രണത്തിനും ആരോഗ്യത്തിനും നല്ലതായിരിക്കും. ഇവിടെ മറ്റൊരു സംശയം വരാം, എന്തുകൊണ്ടാണ് ചിലർ പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കാൻ പറയുന്നത്? പഞ്ചസാര വിഷമായതുകൊണ്ടല്ല. മിക്ക ആളുകളും തങ്ങൾ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ചായാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് പ്രമേഹം, വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ എന്നിവരോട് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ പറയാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഞ്ചസാര ഒഴിവാക്കിയാൽ മൊത്തം ഷുഗർ നിയന്ത്രിക്കാൻ എളുപ്പമാവും. ചായയിലെ 1 സ്പൂൺ പഞ്ചസാര വളരെ കുറവാണ്. എന്നാൽ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്, മധുരപലഹാരങ്ങൾ, ഫ്രൂട്ട് ജ്യൂസ്, ഫ്രൂട്ട് കോൺസെൻട്രേറ്റുകൾ എന്നിവയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിലെ മൊത്തം ഷുഗറിൻ്റെ അളവ് കൂടും. കാരണം യഥാർത്ഥ ചോദ്യം ചായയിൽ എത്ര ഷുഗർ എടുക്കുന്നു എന്നതിലല്ല, ഒരു ദിവസം മൊത്തത്തിൽ എത്ര ഷുഗർ എടുക്കുന്നു എന്നതാണ്.